അതായത് തലയിൽ നല്ല വേദന ഒരേ ഡാൻസ് കളിക്കുള്ളൊരു ഫുഡ് കഴിക്കുക അതും ഇതൊക്കെ ആയിരുന്നു. അപ്പം സ്റ്റേന്ന് ഇറങ്ങി ഇനി പരിപാടി ആയിട്ടുള്ളത് ഫുഡ് കഴിക്കണം. അതിപ്പോ ഇനിയിപ്പോ നേരെ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ സൈറ്റ് കൊടൈക്കനാലുള്ള സൈറ്റ് മൊത്തം കാണണം. ഇത് കൊണ്ടപ്പോ തലയൊക്കെ നല്ല വേദന എടുക്കുന്നു. എന്തായാലും ഞാൻ ഇനിയിപ്പോ ഇന്ന് ഫുഡ് കഴിക്കണം. നല്ല വിശക്കണം. അത് ഇന്നലെ കുറെ കഴിച്ച് കപ്പ ഉണ്ടാക്കി ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറെ കഴിച്ച് സെറ്റ് എല്ലാം ഉണ്ട്. അത് ഞാൻ ട്രിപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം ഉണ്ട്. ഇങ്ങനെ വൈകിട്ടൊന്നെടുത്തു. എല്ലാരും ഉണ്ട് കാഴ്ച, എല്ലാരും ഉണ്ട്. അത് നമ്മളെ സ്റ്റേന്ന് ഇറങ്ങി. ഇത് രാവിലെ സ്റ്റേന്ന് ഇറങ്ങി. ഇത് തലയിൽ നല്ല വേദന ഒരേ ഡാൻസ് കളിക്കുള്ളൊരു ഫുഡ് കഴിക്കുക അതും ഇതൊക്കെ ആയിരുന്നു. അപ്പം സ്റ്റേന്ന് ഇറങ്ങി ഇനി പരിപാടി ആയിട്ടുള്ളത് ഫുഡ് കഴിക്കണം. അതിപ്പോ ഇനിയിപ്പോ നേരെ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ സൈറ്റ് കൊടൈക്കനാലുള്ള സൈറ്റ് മൊത്തം കാണണം. ഇത് കൊണ്ടപ്പോ തലയൊക്കെ നല്ല വേദന എടുക്കുന്നു. എന്തായാലും ഞാൻ ഇനിയിപ്പോ ഇന്ന് ഫുഡ് കഴിക്കണം. നല്ല വിശക്കണം. അത് ഇന്നലെ കുറെ കഴിച്ച് കപ്പ ഉണ്ടാക്കി ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറെ കഴിച്ച് സെറ്റ് എല്ലാം ഉണ്ട്. അത് ഞാൻ ട്രിപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം ഉണ്ട്. എല്ലാരും ഉണ്ട് കാഴ്ച, എല്ലാരും ഉണ്ട്. വിശപ്പുണ്ട് എന്നാ ഭയങ്കര വിശപ്പില്ല. ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് കഴിക്കാൻ പറ്റില്ല. ഇപ്പം കഴിച്ചാൽ കാരണം സൈറ്റ് മൊത്തം കണ്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും. അപ്പോഴത്തേക്ക് അതിന്റെ ഇടയിൽ ഒന്നും വാങ്ങിച്ചു കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്തായാലും കുറച്ച് കാര്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. ബാത്റൂമിന് വേണ്ടി തോന്നിക്കഴിഞ്ഞാൽ തേങ്ങി അത്രേ ഉള്ളൂ. ഹോട്ടൽ അൽ അമീൻ ഉണ്ട്. ഫുഡ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കഴിച്ചു പറഞ്ഞു എഴുതോട്ട് ചോദിച്ചോട്ടോ. ചട്നി കഴിച്ചു. ചട്നി ഉള്ളോ? ഞാൻ കഴിച്ചിട്ട് വരാം. പൂരിയുടെ കറിയിൽ വന്നത് പൂരി കഴിച്ചു കൊടുത്തു. പൂരി കൊള്ളാൻ തോന്നുന്നു. കണ്ടിട്ട് നല്ല രസമുണ്ട്. പൂരി കഴിച്ചു കൊടുത്തു. പൂരി കൊള്ളാലോ. ഫുഡ് കഴിച്ചിറങ്ങി. കയ്യിലില്ല. ഫുഡ് കഴിച്ചിറങ്ങി. ഫുഡ് എന്തൊക്കെ ഫുഡ് കഴിച്ചിറങ്ങി. എന്തുവാ, ഞാൻ ഒരു മസാല ദോശയും ഒരു സിംഗിൾ പൂരി. ഇത്ര 100 രൂപ ആയതേ ഉള്ളൂ. പക്ഷെ ഫുഡ് കൊള്ളാം, കുഴപ്പമില്ല. ഇനിയിപ്പൊ അങ്ങോട്ട് പോണ വഴിക്ക് ഇനി ബാത്റൂമിൽ പോകാൻ വേണ്ടി വരും. അതാണ് ടാസ്ക്. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അവന്മാരവിടെ കഴിച്ചോണ്ടിരിക്കണേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇറങ്ങി. ഇവിടെ വാഷ്റൂം കിട്ടുമെന്ന് നോക്കട്ടെ. ആണെങ്കിൽ ഇറങ്ങായിരുന്നു. അങ്ങനെ നമ്മൾ പണ്ട് ആണെങ്കിൽ നമുക്ക് പണ്ടാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആ മാനിന്റെ സംഭവം ഉണ്ടല്ലോ, പോത്ത കാള അങ്ങനെ എന്തോ നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട്. അവിടെ നിന്നാണ് മെയിൻ എൻട്രൻസ് പറഞ്ഞത്. ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയി. അത് കണ്ട് ഗുണ കേവ്, അങ്ങനെ പിന്നെ പില്ലർ റോക്സ് അത് കണ്ട് പിന്നെ ഈ സൂയിസൈഡ് പോയിന്റ് വരും. അങ്ങനെയായിരുന്നു പണ്ട് പറഞ്ഞ. പക്ഷെ ഇപ്പം അത് മാറ്റി എൻട്രൻസ് നേരെ ഓപ്പോസിറ്റ് ആയി. ഇപ്പം എൻട്രൻസ് സൂയിസൈഡ് പോയിന്റ് ഇവിടെ നേരെ ഓപ്പോസിറ്റ്. മോനെ ഇതിലെത്ര എല്ലാം വണ്ടിയുടെ ഭയങ്കര വലുതല്ലേ ബൊമ്മ. സൂപ്പർ സോണിക്
ഇല്ല, ഈ സൂപ്പർ സോണിക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് 10 വയസ്സ് കുറഞ്ഞു. എനിക്ക് 10 വയസ്സ് കുറഞ്ഞു. എനിക്ക് 10 വയസ്സ് സൂയിസൈഡ് പോയിന്റിലെത്തി. താഴെ ഒന്നും കാണാൻ പറ്റില്ല. നല്ല കോടയുണ്ട് ഇവിടെ. നല്ല കോടയുണ്ട്. എല്ലാം ഫോട്ടോ എടുപ്പ്. ഞാൻ ഒരു ഫോട്ടോ എടുത്തില്ല. ഇനിയിപ്പോ ഫോട്ടോ എടുക്കാൻ വ്ലോഗ് എടുപ്പിക്കാം. വീട്ടുപരങ്ങന്മാര് ഇതിന്റെ അടുത്ത് പോയി നിക്കാനും പേടിയാണ്. ഇത് ഇൻ കേസ് ഫോണും എല്ലാം തട്ടി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ നല്ല ഇവര് ഫാമിലിയാണെന്ന് തോന്നുന്നു. കണ്ടോ, 2 വലിയ കുരങ്ങ്, 2 കുട്ടിക്കുരങ്ങ്. ഈ സ്കൂൾ ടൂർ ടൈം, അങ്ങനെ ഒരു വെക്കേഷൻ ടൈം ഉണ്ടല്ലോ, ആ ടൈം നല്ല തിരക്കായിരിക്കും. ഇപ്പൊ അങ്ങനത്തെ ടൈം അല്ലാത്തോണ്ടാണ് ഇവിടെ വലിയ തിരക്കില്ലാതെ പോണത്. എന്തോ കല്ല്. ഓ, കല്ല്. അതേപോലെ നമ്മുടെ കുടുംബം മക്കളെ പറ, എല്ലാരും വാങ്ങ് തന്നെ. മറ്റേ ഇത് വന്നേ വായിക്കാത്ത ക്യാൻസർ വന്നു പറയാം. ചുന്നിന് കൊടുക്കാം. ചുന്നാമി എവിടെ ഫോണ് നോക്കാം. വാണ്ടെങ്കിൽ പള്ളു വിളിച്ചാൽ ക്രീം മാറിയിട്ട് ഫോൺ ചോദിച്ചു കൊള്ളൂലേ? വേണ്ട, എങ്കിൽ വേണ്ട. എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാൻ ഈ സാധനം ഇത് എടുത്താലോ? ഓക്കെ, ഈ സാധനം വാങ്ങിച്ചു. ഇത് കൊള്ളാം, സാധനം കൊള്ളാം. ഇത് എന്റെ കയ്യിൽ തന്നെ കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഒരു സാധനം വന്ന് എടുക്കാൻ പറ്റൂടാ. 200 അവിടെ എല്ലാ ക്യാരക്ടറും ഉണ്ടോ എല്ലാത്തില്? എന്റെ മോനെ, ബാറ്റ്മാന്റെ നോക്കണം എവിടെ ഇരിക്കണം. ഇത് കൊള്ളാമോ? അങ്ങനെ നമ്മള് ഈ പാണ്ടയുടെ ഈ സാധനം വാങ്ങിച്ച്, ഒരു കമ്മല് വാങ്ങിച്ച്, ഈ 2 സാധനം നമ്മൾ വാങ്ങിച്ചു. നേരെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇത് ഇവിടെ പണ്ടൊരു കട ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് വന്നപ്പോ എടുത്ത ഫോട്ടോ ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം. ഫോട്ടോസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അറ്റാച്ച് ചെയ്യാം. ഇതിന്റെ കൂടെയുള്ള കുറച്ച് സാധനങ്ങൾ. എന്റെ മോനെടാ കുതിര. പക്ഷെ കുതിര റൈഡ് ചെയ്യാൻ കുതിര റൈഡ് എത്രയാണല്ലോ? 1000 ആയിരിക്കും. 1000 2000 ആയിരിക്കും. പക്ഷെ ഇത് നടക്കണേ ഉള്ളൂ. എനിക്ക് നടക്കണ്ട. നീ കുതിരയുടെ മണ്ടേ കുടിക്കലാന്ന് ഓടണം. നല്ല മുഴുത്ത കുതിര. അടുത്ത് പോവായിരുന്നു, പക്ഷെ വേണ്ട. എങ്ങാനും ചവിട്ടി തരാണെങ്കിൽ സംഭവം കണ്ട, കാലില് കണ്ട. മസില് കുതിരയുടെ. പെട്ടെന്ന് വണ്ടി നിർത്താൻ പറ്റില്ല. ചവിട്ടികളായി കൊമ്പ് നോക്ക്. വണ്ടി ഒതുക്കി. ഇതിന്റെ ഇടയിൽ കുറച്ച് ലാഗായി. ഫീഡ്ബാക്ക്. നല്ല കോടയുണ്ട്, നല്ല കോട. വീഡിയോയിൽ ഒരു ബ്ലൂ ടിന്റ് ഉണ്ടാകുന്നത്, ബ്ലൂ കളർ വന്ന് കിടക്കുന്നുണ്ടോ ഡൗട്ട്. സ്പീക്കർ എടുത്തില്ലേ? എന്തോ ഒരു കീന്നൊരു സൗണ്ട് വെക്കണം. പക്ഷെ നൈസിംഗ് ആണ്. ഇവിടെ അങ്ങറ്റം പോകാൻ നേരത്ത്
പ്രകാശം ആടിയും കിട്ടില്ല പടാ. ഇതാണ് ഗുണാക്കി എടാ മോനെ മഞ്ജു എടാ മോനെ വേരി മോനെ അച്ഛാന്നാ അച്ഛനെ വിളിയാലും കേട്ടി മോനെ സീന് വൈബ്. സാധാരണ വരുമ്പോ പയ്യന്മാര് വൈബ് കുറെ കാണും, അതായത് ഈ സ്കൂൾ ട്രിപ്പ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് പറഞ്ഞവര്. അപ്പം അങ്ങനത്തെ ആൾക്കാരില്ലാത്തതുകൊണ്ട് ആ ഒരു ബഹളമില്ല, പക്ഷെ വൈബ് സീന് തന്നെ. വൈബ് കൊള്ളാം. മോനെ എന്താ കാണാ പോടാ അതിന്റെ ഇടയിലോട്ടില്ലായിരുന്നു. ഇതിനപ്പുറത്ത് പോകാൻ പറ്റുന്ന ഇവിടെ നിന്ന് ധീര വണ്ടി നോക്കിയാൽ കുറെ ഗുണാക്കി ഫുള്ള് കാണാം. മഞ്ഞ് പോണ മോനെ ഫോണ് പോയിരിക്കും, പേടിയുണ്ട് ഫോണ് കൂടോ. അയ്യോ കോട പോയാണ്, കോട പോണ നോക്കിയാണ്. ഓന്റെ മോനെ കോട പോണ വൈബ് ഇത് കണ്ട. ഇതാ അവിടെ നിന്നൊക്കെ ഏതൊക്കെ വഴി കൂടെ ഇറങ്ങിയാണ് മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ മറ്റേ കുട്ടേട്ടനെ കാണാതെ പോയത്. ഇവിടുന്ന് താഴോട്ട് എവിടെ പോകണം, ഇതിന്റെ താഴോട്ട് പോകുമ്പോൾ കാണാൻ പറ്റില്ല കേട്ടോ. എന്തിനാണ് സംഭവം കാണാൻ പറ്റില്ല. അതിന് കളിയായിരുന്നു കുട്ടേട്ടൻ പോയാൽ നൈസ് വൈബ്. എനിക്കാണ് ഒന്നും സംസാരിക്കാൻ വയ്യ, ഒന്നും സംസാരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് വീഡിയോസ് എടുത്തോണ്ടിരിക്കണം. പക്ഷെ അല്ലാണ്ട് എടുക്കാനുണ്ടോ കിട്ടില്ല. ഇവിടെ നല്ല വൈബുണ്ട്, പക്ഷേ എനിക്ക് സംസാരിക്കാൻ വയ്യ, എനിക്ക് ഒട്ടും സംസാരിക്കാൻ വയ്യ. കീറി വിളിച്ച് ഒരു പരുവായി. ഇതൊക്കെ സംസാരിച്ച് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അവരെല്ലാം ഇവിടെ നിൽക്കുകയാണ്. ഫുള്ള് കോടയാണ്, നല്ല കോടയാണ്. എന്താണ് മനു കൊടൈക്കനാലിനെ കുറിച്ച് പറയാനുള്ളത്? ഒരു കോട മഞ്ഞില് കനാലിൽ വീഴുന്ന ഒരു മഞ്ഞ്, അതാണ് കൊടൈക്കനാല്. അളിയാ നമ്മളിപ്പോൾ ഇതെവിടെ കളിയാ? ആ ഗുണാക്കേവിലാണ്. ഞാൻ ചോദിക്കാം, നീ വിളിക്കണം. ആരെങ്കിലും ചോദിച്ചാൽ ഫോട്ടോ വല്ലതും ഉണ്ടോ? നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങി അയ്യോ കുറെ സമയം. ഇനി ഇവിടുന്ന് അടുത്ത അപ്പുറത്ത് പൈൻ ഫോറസ്റ്റ് ഉണ്ട്. ഈ പൈൻ ഫോറസ്റ്റ് ഈ സംസാരിക്കാൻ ഒട്ടും വയ്യ, അലയ്ക്കാൻ ഒട്ടും വയ്യ. വിളിച്ച് ബഹളം തന്നെ. അലയ്ക്കാൻ സംസാരിക്കാൻ വയ്യ. ഇതിന്റെ അകത്ത് കയറി കൊള്ളാം. அவர் தான் வராருன்னா உங்களையும் ஒரு மாதிரி கூப்பிட்டு போயிட்டு
ഇതാണ് സെറ്റപ്പ്. എവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കായിരിക്കും. എനിക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒന്നും വയ്യ. കുതിര അവിടെ ഇതാ നിൽക്കണ്ടോ കുതിരയുടെ സൈസ് സാധനം. ഹായ്. പൈൻ ഫോറസ്റ്റിന്റെ ഈ തടി കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ? മീൻസ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സാധനങ്ങൾ ഉണ്ടാക്കാനാ, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ യൂസ് ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം എന്നുള്ളൊരു കമന്റ് ചെയ്യണേ. നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റായി ഇവിടെ എത്തിയപ്പം. അപ്പം ഇവിടെ ക്ലോസ് ചെയ്യാൻ പോകണം. അപ്പം ഇനി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്തതാണ്. ആൾക്കാരെല്ലാവരും പോയി തുടങ്ങി. അപ്പോൾ നമ്മൾ കുറച്ച് പയ്യന്മാർ അങ്ങനെയുള്ളവർ മാത്രമേ ഉള്ളൂ. ഫുള്ള് ഡൺ ആയിരിക്കാണ്. ഡൺ. ബാത്റൂമിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ പിന്നെ ഇവിടുന്ന് നമ്മൾ ബസ് നിർത്തി അവിടെ നിന്ന് 1 കിലോമീറ്റർ 1-2 കിലോമീറ്റർ താന്നുണ്ട്. അപ്പം ബസ് വന്നു. ബസ് നമുക്ക് ലിഫ്റ്റ് കാണിക്കാം. ബസ് ലിഫ്റ്റ് കാണിക്കാം. ഹലോ ഗായ്സ്. ഗായ്സ് അങ്ങനെ സമയം ഇപ്പം നല്ല ലേറ്റ് ആയത്. ഓക്കെ, സമയം ഇപ്പം ഏകദേശം അത്ര 11 മണിയായി ആയെന്ന് തോന്നുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. എല്ലാവരും ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കണം. ഫുഡ് കഴിക്കാനുണ്ട്. ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ കൊത്തു പൊറോട്ട. അപ്പോൾ എല്ലാവർക്കും ഓരോ കൊത്തു പൊറോട്ട പറഞ്ഞു. കൊത്തു പൊറോട്ട പറഞ്ഞത് കഴിക്കാൻ വേണ്ടി കൊത്തു പൊറോട്ട കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിങ്ങനെ അതായിരിക്കും തോന്നുന്നു. എങ്ങനെയുണ്ടോ കൊത്തു പൊറോട്ട? കഴിച്ചില്ല. ഫുഡ് കഴിക്കാൻ ഫുഡ് വരും. ഇപ്പം കൊണ്ടുവരാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ്. ഫുഡിന് കൊണ്ടുവരട്ടെ. ഇവിടെ കഴിച്ചോടെ കൊള്ളാൻ നോക്കിയാണ്. കൊള്ളാൻ സോസൊന്നും ഇല്ലാണ്ട് അത് ജസ്റ്റ് ഒന്ന് കഴിച്ചു പറഞ്ഞു. കാണാമല്ലേ? ബാക്കി കഴിച്ചിട്ട് വരാം. ഗായ്സ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീടെത്തി. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി വയ്യ. ഇനി പോയി കിടന്ന് ഉറങ്ങണം. ഇത്രേ ഉള്ളൂ. ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അവരെല്ലാം കൂടെ നിൽക്കുകയാണ്. പേച്ചിയുടെ വീട്ടിൽ നിൽക്കണം.